അടുത്തിരുന്നു. അവൻ പറയുന്നുണ്ടല്ലോ, ഞാന് രാജാവിന്റെ ഭക്ഷണം കഴിച്ച് ഞാൻ അശുദ്ധനാകുകയില്ല. ശാപ പദാർത്ഥവും വെള്ളവും കുടിച്ചുകൊള്ളാം, രാജാവിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ അതിന്റെ സ്വഭാവം എന്തുകൊണ്ടാണ് അവൻ അതിനെ തിരസ്കരിച്ചത്? രാജകീയ ഭക്ഷണം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഭക്ഷണമാണ്. അതെന്തുകൊണ്ട് ദാനിയേൽ തിരസ്കരിച്ചു? രാജകൊട്ടാരത്തിൽ വന്നിട്ട് രാജഭക്ഷണം വേണ്ട എന്ന് പറയുന്നവരാരാണ്? ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നമ്മുടെ മുന്നേ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ എനിക്ക് പഴങ്ങിഞ്ഞി മതി എന്ന് പറയുന്ന ഏതെങ്കിലും വിദ്വാന്മാര് നമ്മുടെ ഇടയിലുണ്ടോ? ഉണ്ടോ പാസ്റ്ററെ? ഉണ്ടോ? ഇല്ല. പക്ഷെ ദാനിയേൽ എന്തുകൊണ്ടത് പറഞ്ഞു? അപ്പോൾ അവിടെ അത് എന്തുകൊണ്ട് പറഞ്ഞു നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എന്റെ ആൻസർ പറയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട്